ഹായ്! കസിൻസ് ഗെറ്റ് ടുഗദർ രണ്ടാമത്തെ വീടാണ് ട്ടോ. അപ്പൊ ഞങ്ങള് എല്ലാരും ഹാളിലാണ് കിടന്നത്. അപ്പൊ രാവിലെ തന്നെ എണീച്ച് വന്ന ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ആ മെത്തയൊക്കെ എടുത്ത് അവിടെ ഹാളീന്ന് മാറ്റി ആ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ചിട്ട് എങ്ങനെയാണോ കിടന്നത് അതേപോലെ ആക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആ പണി ഇങ്ങനെ ഞങ്ങള് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാരും കൂടെ ചിക്കൻ കറി വെക്കാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ വന്നിട്ട് ചിക്കൻ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ക്ലീൻ ചെയ്യുകയും കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മുടെ ചിക്കൻ ദാ ഇവിടെ കഴുകി റെഡിയായി ഇരിപ്പുണ്ട്. അടുപ്പിലേക്ക് കേറാൻ വേണ്ടി. ഇതാണ് നമ്മുടെ മാസ്റ്റർ ഷെഫ്. ഇവളാണ് നമ്മുടെ ചിക്കൻ കറി വെക്കുന്നത്. അങ്ങനെ ചിക്കൻ കറിയൊക്കെ അവിടെ റെഡിയാവുന്ന സമയം കൊണ്ട് അവരവിടുന്ന് ഫ്രൂട്ട് സലാഡോ അങ്ങനെ എന്തോ ഒരു സാധനം ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ടൊരു സംഭവം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഉണ്ടായി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി. അങ്ങനെ നമ്മൾ ചിക്കൻ കറി റെഡിയായപ്പോഴത്തേക്കും നമ്മൾ അതും എടുത്തുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ പോയി. അവിടെ നമ്മുടെ അമ്മമാർ മരച്ചിനിയും ചോറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ നേരെ വെളിയിൽ പോയിരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങളെ ബാക്കിൽ അപ്പൂപ്പനും ചെറുമോനും കൂടെ അതിരുന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. പിന്നെ അവൻ എണീറ്റപ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ചുകൂടെ നടക്കാനൊക്കെ പോയി. കുറച്ച് നൊസ്റ്റമൊക്കെ അടിച്ച് തിരിച്ച് വന്നപ്പോഴത്തേക്കും മഴ. അങ്ങനെ മഴയൊക്കെ നോക്കിയിരുന്നപ്പോഴത്തേക്കും നേരെ ഇരുട്ടുന്നുണ്ടെന്നും അവരവരുടെ വീട്ടുകളിലേക്ക് പോകാനുള്ള സമയമായെന്ന് ഞങ്ങൾ മനസ്സിലായപ്പോഴത്തേക്കും പിന്നെ ഓരോരുത്തരും വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവാൻ വേണ്ടിയിട്ട് പോയി. ഇനി വേറൊരു ദിവസം നമുക്കിതുപോലെ കൂടാന്നൊക്കെ പറഞ്ഞിട്ട്